ചൊരിഞ്ഞതാം പൊൻ സ്നേഹമേ അപ്പാ പിതാവേ ആരാധന. ക്രൂശിൽ ചൊരിഞ്ഞതാം പൊൻ സ്നേഹമേ അപ്പാ പിതാവേ ആരാധന. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ലണ്ടനിലെ ഒരു എക്കണോമിക് സമ്മിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയ സമയത്ത് ലോകത്തിലെ പല രാജ്യങ്ങളിലെ എക്കണോമിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു മെക്സിക്കൻ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഹിന്ദു ആണ്, റാഷണലിസ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവൾ എന്നോട് യേശുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു. പോരാ നേരം അവളൊരു ഇൻ്റർനാഷണൽ ബൈബിൾ എനിക്ക് തന്നു. ഞാനത് വായിച്ചൊന്നുമില്ല, ഞാനത് വീട്ടിൽ കൊണ്ടിട്ടു. എൻ്റെ മോളെടുത്ത് വായിച്ചു ഡൽഹിയിൽ. അവളിപ്പോൾ ക്രിസ്ത്യാനിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് എന്തോ യുക്തി? മെക്സിക്കോയിൽ കിടന്ന ഒരു സ്ത്രീ, അവർ നോർമലി ഒരു ബൈബിളും കൊണ്ടാണ് വരേണ്ടത്. അവർ 2 ബൈബിൾ കൊണ്ട് വന്നതുകൊണ്ടാണല്ലോ ഒരു ബൈബിൾ നിങ്ങൾക്ക് തന്നത്. എന്നിട്ട് അത് നിങ്ങൾ അവിടെ കളയാതെ ഡൽഹിയിലെ വീട്ടിൽ കൊണ്ടിട്ടു, മോളതെടുത്ത് വായിച്ചു. ഇതിനകത്ത് തന്നെ സാറേ ദൈവത്തിൻ്റെ ഒരു കാര്യമില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാൻ പറഞ്ഞത്, യുക്തിയാണ് ആത്യന്തികത എന്നുള്ള നമ്മുടെ ചിന്ത വെറും തെറ്റിദ്ധാരണയാണ്. യുക്തിയല്ല ആത്യന്തികമായ കാര്യം, ഫെയ്ത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫെയ്ത്ത്, യുക്തിയുടെ പ്രത്യേകത, റീസണിങ്ങിൻ്റെ പ്രത്യേകത, റീസണിങ് നമുക്കുണ്ടാക്കി തരുന്നത് കൺക്ലൂഷനാണ്. യുക്തി നമുക്കുണ്ടാക്കി തരുന്നത് ഒരു നിഗമനങ്ങളാണ്. അപ്പം ഇതെങ്ങനെയാണെങ്കിൽ അതങ്ങനെ ആയിരിക്കും, നിഗമനങ്ങളാണ്. റീസണിങ് നമുക്കുണ്ടാക്കി തരുന്നത് കൺക്ലൂഷനാണ്. പക്ഷേ ഫെയ്ത്ത് നമുക്ക് തരുന്നത് കൺക്ലൂഷനല്ല, കൺവിക്ഷനാണ്. കൺക്ലൂഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു റീസൺ കൊണ്ടാണല്ലോ കൺക്ലൂഷൻ ഉണ്ടായത്. ഒരു ബെറ്റർ റീസണിങ് കൊണ്ട് ഏത് കൺക്ലൂഷനെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നുള്ളൂ. ഒരു ബെറ്റർ റീസണിങ് കൊണ്ട് കുറെ കൂടെ മെച്ചമായ യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് നിഗമനത്തെയും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. പക്ഷെ കൺവിക്ഷന്റെ പ്രത്യേകത, അത് ഫെയ്ത്ത് ആയതുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാനൊന്നുമില്ല. കൺവിക്ഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. കൺക്ലൂഷൻ മാത്രമേ ഉള്ളൂ മാറ്റാൻ പറ്റുന്നത്. അപ്പം ഞാനെപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൺക്ലൂഷനേക്കാൾ വലുതാണ്. എനിക്ക് വേണ്ടത് കൺക്ലൂഷൻ അല്ല, എനിക്ക് വേണ്ടത് കൺവിക്ഷനാണ്. ആ കൺവിക്ഷൻ എനിക്ക് തരുന്നത് ഫെയ്ത്താണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധിവരെ ഇത് അവിശ്വാസികളെയോ യുക്തിവാദികളെയോ കുറിച്ച് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഇൻക്ലൂഡിങ് ബിലീവേഴ്സ്. വിശ്വാസികളിൽ തന്നെ പലരും വിശ്വാസത്തിലൂടെ, ഫെയ്ത്തിലൂടെ ഉണ്ടാകുന്ന കൺവിക്ഷന് പകരം യുക്തിയിലൂടെ ഉണ്ടാകുന്ന കൺക്ലൂഷനിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് അവരിങ്ങനെ മാറി മറിഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അവൻ മാറത്തില്ല. കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അവന്റെ ഫെയ്ത്ത് വിട്ടവൻ പോകത്തില്ല. കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അവനെ കാര്യം ഈ കൺവിക്ഷൻ പലപ്പോഴും നമുക്കുണ്ടാകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഫെയ്ത്ത് നമുക്ക് തരുന്ന മറ്റൊരു, അല്ലെങ്കിൽ ഫെയ്ത്ത് നമുക്ക് തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെവലേഷനാണ്. റെവലേഷന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് റിവീൽഡ്. ഞാൻ അതിനകത്തൊന്നും ചെയ്യുന്നില്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈ റെവലേഷൻ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഞാനങ്ങ് സ്വീകരിക്കുകയാണ്. ഞാൻ പറയുന്നത് കട്ടിയായിട്ട് തോന്നരുത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടിനെ ഞാനങ്ങ് ഏറ്റെടുക്കുന്നെന്നുള്ളതല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ അതിൻ്റെ മേലെ ഒരു പണിയുന്നില്ല. പണിയാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു റെവലേഷനാണ്. ആ റെവലേഷൻ ഏറ്റെടുക്കാനേ പറ്റൂ. ദൈവത്തിൻ്റെ ബീയിങ് എന്ന് പറയുന്നത് റെവലേഷനാ, എനിക്ക് കിട്ടുന്നത് റെവലേഷനാ. ആ റെവലേഷൻ എനിക്ക് യുക്തിയുമായിട്ട് കിടന്ന് കളിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഇറ്റ് ഈസ് റെവലേഷൻ, അത് കൺക്ലൂഷൻ അല്ല. യുക്തി നമുക്ക് തരുന്നത് റീസണിങ് ബ്രിങ്സ് കൺക്ലൂഷൻ, ഫെയ്ത്ത് ബ്രിങ്സ് റെവലേഷൻ, ആൻഡ് റെവലേഷൻ ഗിവ്സ് യു കൺവിക്ഷൻ. ഇടയ്ക്ക് ഞാൻ ഇതിനോട് ചേർന്ന് പറഞ്ഞതാണ്. ഇവിടെ
ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഈ ഭാഗം എത്രയോ പ്രാവശ്യം നമ്മളിങ്ങനെ പോയപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എനിക്കറിയില്ല. അവൻ തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. എനിക്കതിന് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. കാര്യം ഇത് റെവലേഷനാ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കാര്യമല്ല. സ്വർഗത്തിൽ ദൈവത്തിന് തുല്യനായിരുന്ന, ദൈവമായിരുന്ന, തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രൻ വേഷത്തിൽ മനുഷ്യനായി എന്നുള്ളത് എനിക്കൊരു വിസ്മയമാണ്. എനിക്ക് ഒരു റെവലേഷനാ. അല്ലാതെ എനിക്കിത് ഒരു കൺക്ലൂഷൻ അല്ല. വേദപുസ്തകത്തിലെ ഏത് കാര്യം ആലോചിച്ചാലും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തുന്നത് ബൈ ഫെയ്ത്ത് വി ആർ റിസീവിങ് ഇറ്റ്. ഈ റെവലേഷൻ നമ്മളങ്ങ് കയറ്റുക, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റുകയാണ്. അത് ഭയങ്കര പീസാണ് നൽകുന്നത്. പിന്നെ ഇതിൻ്റെ മേലൊരു പണിയുമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ when we have faith we get revelation, and revelation brings you conviction, and conviction cannot be changed. അത് പീസ്ഫുൾ ആണ്. കൺവിക്ഷൻ ഉള്ള ഒരുത്തന് യാതൊരു രീതിയിലും അവൻ വേവറിങ് അല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില സിമ്പിൾ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് ടേംസ് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനേക്കാൾ ലളിതമായിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ടേംസ് ഒക്കെ നമുക്ക് അത്യാവശ്യമായ ടേംസ് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മാക്സിമം ലളിതവൽക്കരിച്ച് പറയാനാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് എന്ത് ചെയ്തു? അപ്പോൾ കർത്താവിന്റെ സ്വഭാവത്തിന്റെ പ്രതി അവിടെ നമ്മൾ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ക്രിസ്തുവേശുവിന്റെ ഭാവം എന്താണ് എന്നവിടെ പറയാണ്. ക്രിസ്തുവേശുവിന്റെ ഭാവം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഹി ബിക്കെയിം എ സെർവന്റ്. അവനൊരു സെർവന്റ് ആയി തീർന്നു. പലസ്തീനിലെ യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. വെളിപ്പാടിലെ യേശുവിനെ അല്ല നമ്മളിവിടെ കാണുന്നത്. നമ്മളിവിടെ കാണുന്നത് പലസ്തീനിലെ യേശുവാണ്. അവൻ ദാസരൂപമെടുത്തു. ദാസരൂപം. ഞാൻ ചിലയിടത്ത് ഒരു ഇമാജിൻ ചെയ്ത് പറയാറുണ്ട്, ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഡിസിഷൻ, ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് പോവുക എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തപ്പം, ഇത് നടക്കത്തില്ല, നടന്ന സ്റ്റോറിയോ അല്ല, ഒന്നുമല്ല, ഒരു ഇമാജിനേഷനാണ്. സപ്പോസ് ഈ ദൂതന്മാരെല്ലാം കൂടി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ വല്ലാതായി കാണും. കാര്യം അവർക്ക് ഭൂമിയും അറിയാം, സ്വർഗവും അറിയാം, എല്ലാം അറിയാം. ദൈവം ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ അവസ്ഥ? അപ്പോൾ അവർ ചെന്ന് പറഞ്ഞു കാണും, ദൈവമേ, ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാമല്ലോ, എങ്ങനെയാ നിനക്ക് അവിടെ ചെന്ന് താമസിക്കാനൊക്കെ പറ്റുന്നത് മനുഷ്യനായിട്ട്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ചെന്നിട്ട് ആ ഭൂമിയെല്ലാം ഒരു സ്വർഗത്തിന്റെ ഒരു ലെവലിലേക്ക് എല്ലാം ഒന്ന് എയർ കണ്ടീഷൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി ഇട്ടാലോ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാലോ? എന്നെ കർത്താവ് പറഞ്ഞു, അതിനല്ല ഞാൻ പോകുന്നത്. ഞാൻ ഈ ഭൂമിയെയും ഭൂമിയിലെ ജനങ്ങളെയും വീണ്ടെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അല്ലാതെ വെറുതെ ഒരു ടൂർ പോകുന്നൊന്നും അല്ലല്ലോ. കർത്താവ് ഭൂമിയിലേക്ക് ടൂർ വന്നൊന്നും അല്ല. ആണോ? ഒരു സ്പെസിഫിക് മിഷൻ ഉണ്ട് കർത്താവിന്. വ്യക്തമായ ഒരു ദൗത്യത്തോടു കൂടെയാണ് ചെയ്തു തീർക്കാനുള്ള ഒരു പണിയും കൊണ്ട് അങ്ങോട്ട് വന്നത്. അതെന്താണ്? വീണ്ടെടുപ്പ്. വീണ്ടെടുക്കുവാനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യനെയും മനുഷ്യൻ മുഖേന ശപിക്കപ്പെട്ട ഭൂമിയെയും, ഭൂമിയുടെ വീണ്ടെടുപ്പൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷേ മനുഷ്യനെയും ഭൂമിയെയും വീണ്ടെടുക്കാനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. സൃഷ്ടിയെ വീണ്ടെടുക്കുന്ന സമയം വരുന്നുണ്ട്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ഇന്ന് ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. പക്ഷെ കർത്താവിന്റെ വീണ്ടെടുപ്പ്, കാര്യം മനുഷ്യൻ മുഖേനയാണ് ഭൂമി ശപിക്കപ്പെട്ടതെന്നുള്ളത് മനുഷ്യന്റെ ഡെസ്റ്റിനി. കാര്യം മനുഷ്യന് വേണ്ടിയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ആർക്ക് വേണ്ടിയാ? മനുഷ്യന് വേണ്ടിയാണ്. എവ്രിതിങ് വാസ് ക്രിയേറ്റഡ് ഫോർ മാൻ. ഓക്കെ, ഞാൻ ചിലപ്പം പറയാറുള്ള ഒരു സെന്റൻസ് ഉണ്ട്, ഗാഡ് ക്രിയേറ്റഡ് എവ്രിതിങ് ഫോർ മാൻ ആൻഡ് ഹി ക്രിയേറ്റഡ് മാൻ ഫോർ ഗാഡ്. എല്ലാത്തിനെയും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു, പക്ഷെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഭൂമി, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ ശാപം ഭൂമി ഏറ്റുവാങ്ങുകയാണ്. പക്ഷെ മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ, ഈ വീണ്ടെടുപ്പ് നടക്കുന്ന അതിന്റെ പൂർത്തീകരണത്തിൽ എന്താ സംഭവിക്കുന്നത്? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള
വിടുതൽ, മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പാണ് സൃഷ്ടിയുടെ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് അനദർ സബ്ജക്റ്റ്. ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്. എന്തിനു വേണ്ടി? മനുഷ്യനെ വീണ്ടെടുക്കുക. അപ്പൊ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ ഭൂമിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൂതന്മാർ പറഞ്ഞു കാണും, എന്നാ പിന്നെ ഈ ഭൂമിയെ ഞങ്ങളൊന്ന് ശരിയാക്കി എല്ലാം ചെയ്യാം. കർത്താവ് പറഞ്ഞു, അല്ല, അതിനെ വീണ്ടെടുക്കാനാണ് ഞാൻ വന്നത്. എന്ന് പറഞ്ഞ്, കർത്താവേ, ഇത് വെറും ഇമാജിനേഷനാണ്, ഇതൊന്നും നടന്ന കാര്യമല്ല, ഞാൻ എൻ്റെ ഭാവനയിലങ്ങ് പറയാണ്. അവർ ചിലപ്പോൾ പറഞ്ഞാലും, കർത്താവേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇപ്പം ഞങ്ങൾ നോക്കിയിട്ട് നിനക്ക് പോയി താമസിക്കാനൊക്കെ പറ്റുന്നത് അവിടുത്തെ റോമൻ സീസറിൻ്റെ കൊട്ടാരമാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ല. കാര്യം ഇപ്പം ലോകത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം റോമൻസിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് റോമൻ സീസറിൻ്റെ കൊട്ടാരമെങ്കിലും ഞങ്ങളങ്ങ് ശരിയാക്കിയിടട്ടെ. ഉടനെ കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ റോമനായിട്ടല്ലല്ലോ ജനിക്കുന്നത്, പിന്നെ ഞാൻ യഹൂദനായിട്ടാ. അയ്യോ, അതൊരു അടിമവർഗമല്ലേ? അതെ, അടിമവർഗമാ. ഞാൻ അങ്ങോട്ടാ പോകുന്നത്. അതുകൊണ്ടാണ് അവൻ ദാസരൂപമെടുക്കുന്നത്. വേഷത്തിൽ മനുഷ്യനായെന്ന് തന്നെയല്ല, മനുഷ്യനാകുന്നത് തന്നെ വലിയ കാര്യമാണ്. സ്വർഗത്തിലിരുന്ന ദൈവം ഭൂമിയിലേക്ക് റോമൻ സീസറിന്റെ കൊട്ടാരത്തിൽ ജനിച്ചാലും അത് അസാമാന്യമായ താഴ്മയാണ്. ഞാൻ പണ്ട് മാസിക മരിപ്പച്ച നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ജെയിംസ് ഇർവിൻ എന്ന് പറയുന്ന ആസ്ട്രോനോട്ട്, അദ്ദേഹം ചന്ദ്രനിൽ പോയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂ ഞങ്ങളുടെ മാഗസിനിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പം അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, ഹൗ ഡു യു ഫീൽ വെൻ യു വാക്ക് ഓൺ ദ മൂൺ? ചന്ദ്രനിൽ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഉടനെ അദ്ദേഹം പറഞ്ഞത്, ദാറ്റ്സ് വണ്ടർഫുൾ. എ മാൻ വാക്കിംഗ് ഇൻ മൂൺ ഈസ് എ വണ്ടർഫുൾ തിങ്. ഒരു മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുന്നത് ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. ബട്ട് വെൻ വി സീ God walking on the earth, it is nothing. എന്നാൽ ദൈവം ഭൂമിയിൽ നടക്കുന്നതുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ മനുഷ്യൻ ചന്ദ്രനിൽ പോയതൊന്നുമല്ല. യു അണ്ടർസ്റ്റാൻഡ്? അത് ദൈവത്തിന്റെ കരുണയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് യേശുവിന്റെ ക്രൂശുമരണം മാത്രമല്ല, യേശുവിന്റെ ജഡാവതരണം തന്നെ ദൈവത്തിന് നമ്മോടുള്ള കാരുണ്യമാണ്. കാരണം അവൻ ആരാണ്? അവൻ ദൈവത്തോട് സമൻ, അവൻ ദൈവമാണ്. അവൻ ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, വേഷത്തിൽ വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ദാറ്റ് ഈസ്, അതൊരു അസാമാന്യമായ കാര്യം. നമ്മളോട് കർത്താവ് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം അവന്റെ ജഡാവതരണമാണ്. ഏറ്റവും വലിയ കാരുണ്യം. ആ ജഡാവതരണം ചെയ്തപ്പോൾ തന്നെ ദൂതന്മാര് പിന്നെയും പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, യഹൂദനായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹേരോദ രാജാവിന്റെ കൊട്ടാരം അങ്ങ് എയർ കണ്ടീഷൻ ചെയ്താലോ? എന്നെ പറഞ്ഞു, അതിന് ഞാൻ കൊട്ടാരത്തിലല്ലല്ലോ ജനിക്കുന്നത്, പിന്നെ ഞാൻ യോസഫ് എന്ന തച്ചന്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ പിന്നെ അയാളുടെ വീടങ്ങ് ചെയ്താലോ? എന്നെ പറഞ്ഞു, അതും വേണ്ട, കാര്യം ഞാൻ വീട്ടിലല്ല ജനിക്കുന്നത്, പിന്നെ എവിടാ? ഒരു പുൽത്തൊഴുത്തില്ല. ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. അതാണ് എംപ്റ്റിയിങ് എന്ന് പറയുന്നത്. എംപ്റ്റിയിങ്, ശൂന്യനാക്കി, ഒന്നുമല്ലാത്തവനാക്കി. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലുള്ള ഒരു മനുഷ്യനും അവന്റെ മുമ്പിൽ ചെന്നിട്ട് അവരുടെ ദുരിതം പറഞ്ഞിട്ട് ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് പറയാൻ ഇടവരരുത്. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലെങ്കിലും, ആശുപത്രി ജനിച്ചവരുണ്ട്, മിക്കവരും ഒന്നും അല്ലെങ്കിൽ ഒരു വീട്ടിലെങ്കിലും ജനിച്ചതാണ്. പശുത്തൊഴുത്തിലൊന്നും ജനിച്ച ആരും ഉരുപ്പില്ലല്ലോ. ഇനി പശുത്തൊഴുത്തിൽ ജനിച്ച ഒരുത്തന് പോലും ചെന്ന് ദൈവത്തിന്റെ യേശുവിന്റെ അടുത്ത് എന്ന് പറയാൻ പറ്റത്തില്ല, കർത്താവേ എന്റെ അനുഭവം ഒന്നും നിനക്കുണ്ടായിട്ടില്ല, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവനെല്ലാം മനസ്സിലാകും. ഭൂമിയിലെ ഏത് സാഹചര്യവും അവന് മനസ്സിലാകും. അതിനാണ് അവൻ തന്നെത്താൻ ഒഴിച്ചത്. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. ഹി അണ്ടർസ്റ്റാൻഡ്സ് എവരിബഡി. അവൻ എല്ലാവരെയും മനസ്സിലാക്കുന്നു.
സ്നേഹമേ അപ്പാ പിതാവേ ആരാധന ക്രൂശിൽ ചൊരിഞ്ഞതാം പൊൻ സ്നേഹമേ അപ്പാ പിതാവേ ആരാധന എന്റെ പാപങ്ങൾ ശാപങ്ങൾ നീക്കുവാൻ ക്രൂശിൽ വെടിഞ്ഞൊരാ പൊൻ ജീവനിൽ എന്റെ പാപങ്ങൾ ശാപങ്ങൾ നീക്കുവാൻ ക്രൂശിൽ വെടിഞ്ഞൊരാ പൊൻ ജീവനിൽ ക്രൂശിൽ ചൊരിഞ്ഞതാം പൊൻ സ്നേഹമേ അപ്പാ പിതാവേ ആരാധന. പാപിയായി ജീവിതം തുടരും വേളയിൽ മരണം തൊഴുകൈകളായി വന്നു. പാപിയെ സ്നേഹിപ്പാൻ വിൺപുരി മഹിമ സർവവും വെടിഞ്ഞു നീ വന്നു. പാവന സ്നേഹത്തിൻ പരിശുദ്ധയാഗമേ നിന്നിൽ മാത്രം ഞാൻ ചാരിടുന്നു. പാവന സ്നേഹത്തിൻ പരിശുദ്ധയാഗമേ നിന്നിൽ മാത്രം ഞാൻ ചാരിടുന്നു. ക്രൂശിൽ ചൊരിഞ്ഞതാം പൊൻ സ്നേഹമേ അപ്പാ പിതാവേ ആരാധന. കഷ്ടശോധനകൾ നഷ്ടനൊമ്പരങ്ങൾ ഏറിടും നിരമിൻ ചാരി വന്നു. അഗ്നിച്ചൂളയതിൻ പ്രാണവേദനയിൽ കൂടെയിൻ കൈപിടിച്ചു നീ നടന്നു. വാത്സല്യമോടെന്നെ ചേർത്തു നിർത്തി സദാ ആശ്വസിപ്പിച്ചിടും നല്ലപ്പനേ. വാത്സല്യമോടെന്നെ ചേർത്തു നിർത്തി സദാ ആശ്വസിപ്പിച്ചിടും നല്ലപ്പനേ. ക്രൂശിൽ ചൊരിഞ്ഞതാം പൊൻ സ്നേഹമേ അപ്പാ പിതാവേ ആരാധന ക്രൂശിൽ ചൊരിഞ്ഞതാം പൊൻ സ്നേഹമേ